ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ, അതിശ്രേഷ്ഠമായ നാമത്തിൽ, രാജകീയമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് സകലവും സാധ്യമാണ്. പണ്ട് നെപ്പോളിയൻ പറഞ്ഞു, ഇമ്പോസിബിലിറ്റി ഈസ് ദ വേർഡ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്. വിഡ്ഢികളുടെ നിഘണ്ടുവിലെ അസാധ്യമെന്ന വാക്കുള്ളൂ എന്ന്. അത് അദ്ദേഹത്തിൻ്റെ മെയ്ക്കരുത്ത് കൊണ്ടും അധികാരത്തിൻ്റെ ആ ഹുങ്കുകൊണ്ടും പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹവും പരാജയപ്പെട്ടു. വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയട്ടെ, എവരിതിങ് ഈസ് പോസിബിൾ ബൈ ദ ഗ്രേസ് ഓഫ് അവർ ബിലവഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ സകലവും സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. അന്നത്തെ രാജ്യം ഭരിച്ചിരുന്ന ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം വന്നു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകനെ ദൈവം ഹിസ്കിയാവിൻ്റെ അടുക്കിലേക്ക് അയച്ചു. ആശ്വാസവാക്കുകൾ പറയാനല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് ദൈവത്തിൻ്റെ ഒരു ആശ്വസിപ്പിക്കുന്ന വാക്കായിരുന്നു. ഇച്ചിരി ഗൗരവമായിട്ടാണ് പറഞ്ഞത്. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമെല്ലാം വായിക്കുമ്പോൾ നാം കാണുന്നത്, യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇതേ കാര്യം, സംഭവം തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിലുണ്ട്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒരേ ആശയം തന്നെ 2 രീതിയിൽ എഴുതിയിരിക്കുന്നു. നീ സൗഖ്യമാകില്ല, നീ മരിച്ചു പോകും. കട്ടിയിൽ അങ്ങ് പറഞ്ഞത് അല്ലേ? നമ്മൾ ഓർക്കും, എൻ്റെ ദൈവം ഇങ്ങനെ കട്ടിയിൽ പറയാവും. ചില ദൈവദാസന്മാർ ഇത്തിരി ഗൗരവമായിട്ട് പറയുമ്പോൾ നമ്മൾ അവരെ ചിലപ്പോൾ ചോദ്യം ചെയ്യും, അവരോട് ഉപദേശം കൊടുക്കും, ഇത്രയും കട്ടിയിൽ പറയരുത് കേട്ടോ. കർത്താവ് പറയുന്നതല്ലേ അവർക്ക് പറയാൻ പറ്റൂ. കർത്താവ് ഗൗരവമായി പറയാൻ പറഞ്ഞാൽ അത് ലാഘവമായിട്ട് പറയാൻ പാടില്ല, അത് പറയുന്നവർക്ക് കുറ്റം വരും. കർത്താവ് സോഫ്റ്റായിട്ട് പറയുമ്പോൾ ഗൗരവമായിട്ട് പറയാൻ പാടില്ല, സോഫ്റ്റായിട്ട് തന്നെ പറയണം. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് പ്രിയരെ. പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലാണ് നാം ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവെല്ലാം നിയന്ത്രിച്ചുകൊള്ളും. അപ്പോൾ സോഫ്റ്റ് ആവേണ്ട അടുത്ത് സോഫ്റ്റ്, നോർമലാകേണ്ട അടുത്ത് നോർമല്, ഗൗരവമാകേണ്ട അടുത്ത് ഗൗരവം, ശാസിക്കേണ്ട സ്ഥലത്ത് ശാസന, എല്ലാം വന്നോളൂ. അത് കർത്താവിൻ്റെ ഒരു ഭാവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുക അതൊരു വലിയ സുഖമാണ്. ദാവീദിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്നു, ദാവീദ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു ദ്രവത്വം കണ്ടു എന്ന്. ഹീസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് ദൈവം ദാവീദിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എന്താണത്? ദാവീദിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എന്താണ് ഇതിൻ്റെ വ്യാപ്തി? ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകുന്നതും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നതെല്ലാം ഒരേ ആശയം തന്നെയാണ്. ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ഇഷ്ടം, അത് നമ്മിലൂടെ ഭൂമിയിൽ നിറവേറ്റപ്പെടുക, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോവുക, അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ എന്നും കൊതിക്കുകയും ഞാൻ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണത്. കൃപയാൽ, തികഞ്ഞിട്ടൊന്നുമല്ല. എൻ്റെ കർത്താവിൻ്റെ നടത്തിപ്പും കാവലും കരുതലും പരിപാലനവും ഞാൻ അനുഭവിക്കുമ്പോൾ അതെനിക്ക് കൂടുതൽ യാഥാർത്ഥ്യമാകും. ഞങ്ങളുടെ ചർച്ചയിൽ ശുശ്രൂഷയിൽ പലപ്പോഴും ഞാൻ ശുശ്രൂഷയ്ക്ക് പ്രോഗ്രാം തയ്യാറാക്കാറില്ല. ആദ്യമേ ദൈവത്തോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കും, കർത്താവ് ഇന്ന് ആര് പ്രാർത്ഥിക്കണം, ആര് ബൈബിൾ വായിക്കണം. ഒരു ചർച്ചിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശുശ്രൂഷ എന്ന നിലയിൽ എനിക്കറിയില്ല എന്നുള്ള ബോധം കൃപയാൽ എനിക്ക് തന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിൽ ആശ്രയിക്കും, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. എൻ്റെ ഇഷ്ടമല്ല ഞങ്ങളുടെ കൂടിയൊരുവിൽ നടക്കേണ്ടത്, കർത്താവിൻ്റെ ഇഷ്ടം നടക്കണം. അതുകൊണ്ട് ആര് പ്രാർത്ഥിക്കണം, ആര് വേദപുസ്തകം വായിക്കണം, ആര് സാക്ഷ്യം പറയണം, ആര് ലഘുപ്രസംഗം പറയണം, ആര് കർത്തൃമേശയ്ക്ക് മുമ്പ് സന്ദേശം കൊടുക്കണം, ആര് അന്നത്തെ പ്രധാന സന്ദേശം കൊടുക്കണം, അതെല്ലാം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്താൽ പരിശുദ്ധാത്മാവ് മനോഹരമായി നടത്തും. സ്തോത്രം. ആ അനുഭവം കിട്ടുമ്പോൾ വലിയ സുഖമാണ്. നിങ്ങളത് അനുഭവിക്കണം.
ഞാൻ സഭാ നേതൃത്വത്തിലും ഓരോ ചർച്ചിൻ്റെയും നേതൃത്വത്തിലുള്ള ദൈവദാസന്മാരോട് പറയട്ടെ, എൻ്റെ അനുഭവം പറയുന്നത്, ഉപദേശമൊന്നുമല്ല. ഒരുപക്ഷെ വർഷങ്ങളായിട്ടുള്ള അനുഭവമുള്ളവരായിരിക്കാം. ഞാൻ ഉപദേശിക്കുകയല്ല, എൻ്റെ ഒരനുഭവം പറയുക. ഞാൻ അങ്ങനെയാണ്. ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പലതും സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ അതങ്ങ് വെളിപ്പെടുത്തി തരും. പിന്നെ അത് വലിയ സുഖമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മനസ്സിൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? ഞങ്ങളുടെ കൂടിയൊരുവിൽ ഞാൻ പറഞ്ഞ ഒരു കൃപ എന്നെന്ന് ഞാൻ ശടിക്കാറില്ല. ഞാൻ പറയുമ്പോൾ മാത്രം ജനത്തിനൊരു ദൂത് കിട്ടണമെന്ന് ഞാൻ പറയാറില്ല. ഞാൻ പറയുമ്പോൾ എന്നിലൂടെ ഏതെങ്കിലും കൃപാവരം ജ്വലിക്കണമെന്ന് ഞാൻ മുറുകെ പിടിക്കാറില്ല. എൻ്റെ പ്രാർത്ഥന, കർത്താവേ ഇന്ന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അത് ആരിലൂടെ ആയിക്കൊള്ളട്ടെ, ഒരു കൊച്ചു കുഞ്ഞിലൂടെ ആയിക്കൊള്ളട്ടെ. ഞാൻ ചിലപ്പോൾ കൊച്ചു കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ദൈവാത്മാവിൻ്റെ കൃപ ഇറങ്ങുന്നത് ഞാൻ ആസ്വദിക്കാറുണ്ട്. ഞാൻ കർത്താവിനെ സ്തുതിക്കാറുണ്ട്. ചിലപ്പോൾ കൊച്ചു കുട്ടികളെ കൊണ്ട് സാക്ഷ്യം പറയിക്കാറുണ്ട്. ഒരുപക്ഷെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പലരും പറയുന്നതിലും ആത്മാവിൻ്റെ വ്യാപാരം ആ കുഞ്ഞുങ്ങളിലൂടെ പുറത്തു വരുന്നത് ഞാൻ അനുഭവിക്കാറുണ്ട്. ആരിലൂടെ കൃപ വ്യാപരിക്കുന്നൊന്നും ദൈവത്തിന് നിർബന്ധമൊന്നുമില്ല. കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നാം കേൾക്കുന്നു. എങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു എന്ന്, എവിടേക്ക് പോകുന്നു നമ്മൾ അറിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ്. വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ഞാൻ അനുഭവത്തിലൂടെ പറയാം, വിട്ടുകൊടുക്കുക. ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കുക, ദൈവാത്മാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. ശുശ്രൂഷകൾ, പ്രവർത്തനങ്ങൾ എല്ലാം ബുദ്ധിയിൽ കയറ്റി ചിന്തിക്കരുത്. കാരണം നമ്മുടെ ബുദ്ധിയൊന്നും തികഞ്ഞ ബുദ്ധിയല്ല. ആ ബുദ്ധിയൊന്നും മുഴുവൻ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി വരും, ജഡം വരും. ഞാൻ പോകട്ടെ പറയേ, വിഷയം മാറിപ്പോവുകയല്ല. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവാചകനിലൂടെ ഹിസ്കിയ രാജാവിനോട് ഗൗരവമായി പറഞ്ഞു, സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നീ മരിച്ചു പോകും, വേണേ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഹിസ്കിയാവ് എന്താ ചെയ്തത്? ഒരു രാജാവാണ്, അധികാരമുള്ളവനാണ്. ഇവിടെ അധികാരവും വേണ്ട, രാജാവും വേണ്ട, സാധാരണക്കാരായ ആളുകൾ വാളെടുത്ത് വെട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ ഇത്ര ഗൗരവമായിട്ട് മിണ്ടണം, എന്നോട് അങ്ങനെ ശാസിച്ചത് എന്തിനാണ്, പരസ്യമായി എന്തിനാണ് മിണ്ടിയത്, അങ്ങനെയൊക്കെ ചോദിക്കും. വാളെടുത്ത് വെട്ടുക ദൈവദാസൻ്റെ അല്ല, ദൈവത്തിൻ്റെ. കാരണം പറഞ്ഞത് ദൈവമല്ലേ, ദൈവത്തിൻ്റെ ആലോചനയല്ലേ. പക്ഷേ ഹിസ്കിയ രാജാവിൻ്റെ എളിമ. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. എ ഗ്രേറ്റ് ഡിസിഷൻ എന്ന് ഞാൻ പറയട്ടെ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഹിസ്കിയ രാജാവിനെ സല്യൂട്ട് ചെയ്യുക. കർത്താവിന് സ്തോത്രം. അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടപ്പോൾ വാളെടുക്കുകയല്ലേ ചെയ്തത്, രാജാവിൻ്റെ അധികാരം എടുക്കുകയല്ലേ ചെയ്തത്. രാജാവാണ്, ആ രാജ്യത്തെ ഒന്നാമത്തെ പൗരനാണ്. പ്രവാചകൻ്റെ വേണമെങ്കിൽ കഴുത്തോട്ടാൻ പറഞ്ഞാൽ വെട്ടും. ആരെവിടെയെന്ന് ചോദിച്ചാൽ ആള് വരും. പക്ഷെ പ്രവാചകൻ എളിമയോടെ എന്ത് ചെയ്തു? അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു. എന്താണത്? മറ്റെല്ലാ സന്തോഷങ്ങളിൽ നിന്നും അദ്ദേഹം മുഖം തിരിച്ചു. രാജകീയ സന്തോഷങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, അവിടെ ആർഭാടമുണ്ട്, രാജകീയ പ്രൗഢികളുണ്ട്, അന്തഃപുരങ്ങളുണ്ട്, രാജധാനികളുണ്ട്, ഉല്ലാസ കേന്ദ്രങ്ങളുണ്ട്. എല്ലാത്തിൽ നിന്നും കണ്ണുമാറ്റി മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു. മറ്റൊന്നിലേക്ക് നോക്കാതെ ഒരേ ഒരു കാര്യം. എന്താ? ഒരൊറ്റ കാര്യം. ചുവരിൻ്റെ നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്തു? നിരാശപ്പെടുകയല്ലേ ചെയ്തത്, തളരുകയല്ലേ ചെയ്തത്, വാടുകയല്ലേ ചെയ്തത്. ഗൗരവമായ വചനം പ്രവാചനാവിൽ നീ മരിച്ചു പോകുന്നുള്ള ഏറ്റവും കഠോരമായ ശബ്ദം കേട്ടിട്ട് നിരാശപ്പെട്ടില്ല, തകർന്നു പോയില്ല, താണും പോയില്ല, ഹൃദയവും മുറിഞ്ഞില്ല. ചിലരോടൊക്കെ പറയുമ്പോൾ അയ്യോ എൻ്റെ ഹൃദയം മുറിഞ്ഞു എന്ന് പറയും. കർത്താവിന് സ്തോത്രം. ഹൃദയമൊന്നും മുറിഞ്ഞില്ല. ഇങ്ങനെയാണോ പ്രവാചകൻ പറയേണ്ടത്? ഞാനിവിടെ മരിക്കാൻ കിടക്കുന്നവനോട് ഇപ്പം മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മരിച്ചു പോയില്ലെന്ന് ചോദിച്ചില്ല. ചിലരൊക്കെ അങ്ങനെ ചോദിക്കും. ഈ രോഗികളായിട്ട് മരിക്കാൻ കിടക്കുന്ന ആളോട് എന്നിട്ട് അങ്ങനെ പറയാമോ? അവർക്ക് വല്ലതും പറ്റിയാലോ? ഇതൊക്കെ ബുദ്ധി, ജഡം. ദൈവത്തിന് അറിയാൻ പാടില്ല ഇവരെ എന്താ പറയേണ്ടതെന്ന്. സ്തോത്രം. പോട്ടെ. ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ, സൗഖ്യം കിട്ടണമെങ്കിൽ, ദൈവിക അനുഗ്രഹങ്ങൾ സാമ്പത്തികമായോ ഭൗതികമായോ ആത്മീയമായോ അനുഗ്രഹം കിട്ടണമെങ്കിൽ നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടിട്ട് പ്രാർത്ഥിക്കണം. ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കണം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രതിഫലം കിട്ടും. ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു. ഒരു രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കണം. അത് ദൈവത്തിന് അതേ കണ്ടീഷനുള്ളൂ. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം അല്ലേ? പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കും ദൈവമുണ്ട്, മുട്ടിയാൽ തുറക്കുന്ന വാതിലുണ്ട്,
ചോദിച്ചാൽ നൽകിയിടുന്ന യേശുണ്ട്, യാചിച്ചാൽ നൽകിയിടുന്ന താതനുണ്ട്. മനോഹരമായ പാട്ടാണ്. ഹല്ലേലൂയ. വീണ്ടും ഒരു പാട്ടുണ്ട്. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. ഇങ്ങനെ എത്ര പാട്ടുകളാ അല്ലേ? എത്ര പാട്ടുകൾ. ഇതൊക്കെ അനുഭവങ്ങളാണ്. പല പാട്ടുകളും ദേവദാസന്മാരും ദാസിമാരും എഴുതുന്ന അവരുടെ അനുഭവത്തിൽ നിന്നാണ്. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ചില ഞെരുക്കത്തിലൂടെ പോകുന്നു, ചിലർ കടബാധ്യതയിലൂടെ പോകുന്നു, ചിലർ കുടുംബ പ്രശ്നങ്ങളിലൂടെ പോകുന്നു. അപ്പനും മക്കളും തമ്മിൽ പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം, ദേശത്ത് പ്രശ്നം, നാട്ടിൽ പ്രശ്നം, ഇല്ലേ? പ്രശ്നത്തോട് പ്രശ്നം. എന്നാൽ നമ്മൾ അതിൻ്റെ മധ്യത്തിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവവേദിലെ നീ പ്രാർത്ഥിക്കണം. ഇതുവരെ അനുഭവമില്ലാത്ത പ്രിയ സഹോദര, നീയും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരോട് പ്രാർത്ഥിക്കണം? എങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. കാരണം പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം തരാമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അങ്ങനെ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ഹിസ്കിയാവിന് എന്ത് കിട്ടി? രോഗം മാറിയോ? മരണം മാറിയോ? മരണക്കിടക്കയും രോഗക്കിടക്കയും ദൈവം മാറ്റി വിരിച്ചോ? ഇതൊക്കെ നമുക്ക് അടുത്ത മെസ്സേജിൽ ശ്രദ്ധിക്കാം. നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നാൽ അടുത്ത മെസ്സേജിൽ ഹിസ്കിയ രാജാവിന് പ്രാർത്ഥിച്ചത് മൂലം എന്ത് കിട്ടിയെന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത സ്പർശനത്താൽ, അത്ഭുതകരത്തിൻ്റെ തലോടനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയവും ഭൗതികവുമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക മേഖലകളിൽ വലിയ വിടുതലുണ്ടാകട്ടെ. രോഗസൗഖ്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവവേലയിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപ നിങ്ങളുടെ മേൽ പകരട്ടെ. ഹല്ലേലൂയ. എല്ലാ സ്വർഗീയ നന്മകളാലും കർത്താവ് നിങ്ങളെ അലങ്കരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം അരുളും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.